ഹലോ, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപിൻ ഊർത്തി. ഇന്നത്തെ ഈ ഒരു വീഡിയോ ജീവിതത്തിൽ കാക്കി അണിയാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം നമ്മുടെ സ്വന്തം ഉദ്യോഗാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ്. ഈ ഒരു കട്ട് ഓഫ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്തവണ 3 ഘട്ടങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അന്തിമ കീയിൽ, ഫൈനൽ കീയിൽ 5ലധികം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും സ്ട്രെസ് ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുന്നത്. കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടുമോ കുറയുമോ എന്ന സംശയത്തിൽ മെയിൻസിന് പഠിക്കണോ വേണ്ടയോ എന്നുള്ള മറ്റൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അല്ലെ. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കണം. നമ്മളെ വിശ്വസിക്കുന്ന സാധാരണ എക്സാം, ഇപ്പൊ LDC ആണെങ്കിലും മറ്റ് ഡിഗ്രി തല പരീക്ഷകളാണെങ്കിലും നമ്മളൊരു കട്ട് ഓഫ് ഇടുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഭാഗ്യം ഏകദേശം അതിനനുസരിച്ചുള്ള കട്ട് ഓഫുകളാണ് വന്നിട്ടുള്ളത്. അതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ടും വോട്ടവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ അതിവേഗത്തിലാണ് കേട്ടോ, ലാഗടിയില്ല. ആദ്യ 100 റാങ്കിനുള്ളിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മെയിൻസ് എക്സാം കോഴ്സ് എംഫേവർ ലേണിംഗ് ആപ്പിൽ ആരംഭിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് താഴെ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ വിളിച്ചുകൊണ്ട് തന്നെ ഈ പോസ്റ്ററിലുള്ള നമ്പറോ അല്ലെങ്കിൽ 9747201900 നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 50% ഫീ ഡിസ്കൗണ്ട് കൊണ്ട് കൂടുതൽ നമ്മുടെ കുട്ടികൾ കയറി വരട്ടെ ഇത്തവണത്തെ ലിസ്റ്റിൽ മുന്നത്തേതുപോലെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാൻ പറ്റും കേട്ടോ. ലൈവാണ്, ലൈവിന്റെ റെക്കോർഡിങ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് എവിടെ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇരുന്ന് കണ്ട് പഠിക്കാം. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ദയവ് ചെയ്ത് റാങ്ക് ഫെയിൽ ഒഴിവാക്കുക. മോക്ക് ടെസ്റ്റും ടെസ്റ്റ് സീരീസും ചെയ്യാം. മെന്റർഷിപ്പ്, ഗൈഡൻസ് ഉൾപ്പെടെ അപ് ടു ഇന്റർവ്യൂ വരെയാണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം, നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരുപാട് പ്രതീക്ഷയൊന്നും ആരും വയ്ക്കണ്ട. 3ാമത്തെ സ്റ്റേജ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യങ്ങൾ കടുപ്പമാണ് എന്ന് വെച്ചുകൊണ്ട് നോർമലൈസേഷന്റെ ഒരു കരുണ കിട്ടുമെന്നുള്ള യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട. നോർമലൈസേഷൻ ഒരു പേരിന് മാത്രം കുറ്റങ്ങളും കുറവുകളും പുറമെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഫോർമുലയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നോർമലൈസേഷനിൽ ആരും വിശ്വസിക്കേണ്ട. ഏകദേശം എല്ലാ ഘട്ടങ്ങളും നമുക്ക് ഒരുപോലെ കണക്കാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ സബ് ഇൻസ്പെക്ടർ കേരള പോലീസ് ട്രെയിനി വിഭാഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 41 to 42 ആണ്. ശ്രദ്ധിക്കണം, 41 to 42. അതായത് ഡിലീഷൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരി കോമ്പറ്റീഷൻ കുറഞ്ഞു. അതോടൊപ്പം തന്നെ വേക്കൻസികളുടെ എണ്ണവും 2025 കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 2025-26 മാസ് റിട്ടയർമെന്റ് കാലഘട്ടമാണെന്നുള്ളത് കൊണ്ട് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എന്നതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വേക്കൻസികളുടെ എണ്ണം അനവധിയായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ മെയിൻസ് ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇവിടെ 41 മുതൽ 42 വരെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് സബ് ഇൻസ്പെക്ടർ ആംഡ് പോലീസ് ബറ്റാലിയൻ ആണ്. സബ് ഇൻസ്പെക്ടർ ആംഡ് പോലീസ് ബറ്റാലിയൻ ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്
36 to 37 ആണ്. ശ്രദ്ധിക്കണം, 36 to 37. 36 to 37. ഇനി ഇവിടെ മനസ്സിലാക്കണം, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോ 41 അല്ലെങ്കിൽ 42 അപ്പുറമുള്ള 41 അല്ലെങ്കിൽ 42 അതോ അതിനപ്പുറമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യമായിട്ടിരുന്ന് പഠിക്കാം. എന്ന് വെച്ച് ഇതിന് താഴെ പോയ കുട്ടികൾ പഠിക്കണ്ട എന്നുള്ളതല്ല. പഠിക്കുക. എപ്പോഴും ±2 മാർക്കിന്റെ ഒരു എഡ്ജ് ഉണ്ടാവും. അതായത് 2 മാർക്ക് കൂടാം, 2 മാർക്ക് കുറയാം. അന്തിമ കട്ട് ഓഫിൽ 2 മാർക്ക് കൂടാം, 2 മാർക്ക് കുറയാം. അതുകൊണ്ട് തന്നെ 41, 42 എന്ന ആ ഒരു ഏരിയയിൽ നിന്നും കൂടുതലായിട്ടുള്ളവർക്ക് ധൈര്യമായിട്ട് നിസ്സംശയം പഠിക്കാം. അതിന് താഴെയുള്ളവര് പഠിക്കണ്ട എന്നുള്ളതല്ല. കട്ട് ഓഫ് കുറഞ്ഞു വന്നാൽ 2 മാർക്ക് വരെ കുറയാം. എന്നാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കും കയറി വരാൻ പറ്റും. എല്ലാവർക്കും കയറി വരാൻ സാധിക്കട്ടെ. ഇനി 36 മുതൽ 37 മാർക്കാണ് സബ് ഇൻസ്പെക്ടർ ആംഡ് പോലീസ് ബറ്റാലിയനിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ പ്രതീക്ഷിക്കുന്നതും ആംഡ് പോലീസ് ബറ്റാലിയനിൽ നമ്മൾ തവണ കുറച്ച് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ വേക്കൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും 2 മുതൽ 2 മാർക്ക് കൂടാം കുറയാം എന്നുള്ള ഘട്ടമാണുള്ളത്. എന്ത് തന്നെ ആയാലും എൻ്റെ ഒരു കണക്കില് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്ക് കട്ട് ഓഫ് 40 താഴെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ്. സബ് ഇൻസ്പെക്ടർ ആംഡ് ബറ്റാലിയൻ ആണെന്നുണ്ടെങ്കിൽ 35 താഴെയും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാവുന്നതാണ്. ഇനി ആംഡ് പോലീസ് ബറ്റാലിയൻ SIക്ക് വേണ്ടിയിട്ട് അത് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും, അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതി സമയമുള്ള ഉദ്യോഗാർത്ഥികളാണോ അല്ലെങ്കിൽ സമയം കണ്ടെത്തിയിട്ടായാലും മെയിൻസിനായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിക്കൊള്ളുക. അതിനിപ്പോൾ നിങ്ങൾക്ക് പല പോംവഴികളുമുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാം, സ്വയമേ ഇരുന്ന് പഠിക്കാം, അല്ലെ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓൺ ചോയ്സ് ആണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. മറ്റൊരു സെഷനിൽ മെയിൻസ് പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ച നടത്താം. നന്ദി.